ഹായ്ഡാ മക്കളെ, അപ്പോൾ ദാ എന്താണ് 20 മാർക്ക് ഉറപ്പിച്ചേ പറ്റൂ. നമുക്ക് ആ കാര്യത്തിൽ ഒരു അപ്പീലും ഇല്ല. സോ എൻ്റെ കൂടെ റെഡിയായി വന്നോളി. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമാന്തര വരകളിൽ നിന്നും നമ്മൾ 20 മാർക്ക് സെറ്റാക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആണല്ലോ? സോ റെഡി ആയിരുന്നോളി. യെസ്, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നമ്മളോട് പറയാണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ അധികമാണ്, ബ്രെഡ്ത്തിനേക്കാൾ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ആൻഡ് അതിൻ്റെ പെരിമീറ്റർ 50 ആണ്. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര? ബി ക്വസ്റ്റ്യൻ ലെങ്ത്തും ബ്രെഡ്ത്തും കാണുക. സോ രണ്ട് സാധനങ്ങൾ നമുക്ക് അറിയൂലെങ്കിൽ അതിനെ നമ്മൾ എന്താ പേര് വിളിക്കണ്ടേ? ലെങ്ത്ത് ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്തിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. ലെങ്ത്തിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. ബ്രെഡ്ത്തിനെ എന്തെന്ന് വിളിക്കുന്നു? വൈ എന്ന് വിളിക്കുന്നു. ആൻഡ് ഇവിടെ നമ്മളോട് പറയാണ് ലെങ്ത്ത് എന്താണ്? 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം അല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് 3 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. വ്യത്യാസം എങ്ങനെയാ സാറേ കാണുക? സിമ്പിള്. വ്യത്യാസം കാണണമെങ്കിൽ ഇവരെ തമ്മിൽ കുറച്ചാൽ പോരെ? മതി. ഈ വ്യത്യാസമാണ് എത്ര എന്ന് പറഞ്ഞത്? 3 എന്ന് പറഞ്ഞത്. സോ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് പാട്ടും പാടി കിട്ടി. ആണല്ലോ? ആണ് സാർ. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും തുക, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അതിനിവിടെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്തതുണ്ടോ? പെരിമീറ്റർ 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇതാണ് ലെങ്ത്ത് എക്സ്, ഇതാണ് ബ്രെഡ്ത്ത് വൈ. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കും. അതായത് 2 × x + y ആണ് എന്ത്? ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × x + y ആണ്. അതാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? അതാണ് നമുക്ക് എന്ത് എന്ന് തന്നത്? ഇവിടെ 50 എന്ന് തന്നത്. ഓക്കെ. സോ ആ സാധനം ഞാനൊന്ന് എഴുതി നോക്കട്ടെ. പെരിമീറ്റർ 2 × x + y ആണ് എന്ത്? പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോളിയേ, 2 × x + y ആണ് എന്ത്? പെരിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ 2 × x + y ആണ് എന്ത്? പെരിമീറ്റർ. ആൻഡ് പെരിമീറ്റർ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 50. സോ ഈ പെരിമീറ്ററിന് പകരം ഞാൻ 50 എന്ന് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മല്ലേ? ആണ് സാർ. അതായത് 2 × x + y അല്ല നമുക്ക് കാണേണ്ടത്, നമുക്ക് വെറും x + y ആണ് കാണേണ്ടത്, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ 50 ഓൾറെഡി ഉണ്ട്. ഇത് കിട്ടണേ എന്താ ചെയ്യുക? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകണം. സോ /2. അങ്ങനെയെങ്കിൽ x + y = 25. ആൻസർ ആയില്ലേ? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? ഓക്കെ. സോ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എവിടെ നിന്ന് എഴുതാൻ തുടങ്ങി? ഇവിടെ നിന്നാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നതിലൂടെ നമുക്ക് എന്തും കിട്ടി? ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ആദ്യം കിട്ടിയിരുന്നു. ഈ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നതോടെ രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് കിട്ടി. സോ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു മുത്തൂസേ? സർ, ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ലെങ്ത്തും ബ്രെഡ്ത്തും കാണുക എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. സോ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ലെങ്ത്ത് കിട്ടി, ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ലെങ്ത്ത് ബ്രെഡ്ത്തും ഇനി കാണണം, എക്സും വൈയും. ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് സോ നമ്മൾ എന്താ ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷന് എന്തെങ്കിലും ചെയ്തിട്ട് എക്സിനെയോ വൈനെയോ ഒഴിവാക്കണം. സോ ഇവിടെയും എക്സ് ഇവിടെയും എക്സ് സെയിം ആണ്, കുറച്ചാൽ ഒഴിവാകും. അല്ലെങ്കിൽ ഇവിടെ -y ഇവിടെ +y കൂട്ടിയാൽ ഒഴിവാകും. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ഇവരെ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. 1ഉം 3ഉം തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ -y + y കൂടി കൂട്ടിയാൽ y പോയി പോകും. സോ എൻ്റെ നീക്കം എന്താണ്? 1 + 2, 1ഉം 2ഉം എന്ത് ചെയ്യാണ്? കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കിക്കോളി. എക്സും എക്സും കൂട്ടിയാൽ 2x, വൈയും -y വൈയും കൂട്ടിയാൽ y ക്യാൻസൽ. നോക്കടാ, എക്സും എക്സും കൂട്ടിയാൽ 2x ആണ് സാർ. പ്ലസ് -y + y കൂട്ടിയാൽ y ഇല്ല, അപ്പോൾ പ്ലസും സാധനം ഒന്നും വേണ്ട, പോയി. ഓക്കെ, = 3ഉം 25 കൂട്ടിയാൽ 28 ആണ്. 2x 28, അപ്പോൾ x എത്ര? 28/2 എനിക്ക് കിട്ടി 14. x എത്ര? 14 എന്ന് കിട്ടി. x = 14 ആണ്. ആൻസർ y എങ്ങനെ കാണുക? സർ സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയാൽ പോരെ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ x + y = 25 എന്നുള്ള ഇക്വേഷൻ ഒന്നും കൂടി അങ്ങ് എടുത്ത് എഴുതാം. x + y =
25. ഇതിൽ നമുക്കിപ്പോൾ എന്തറിയാം? എക്സ് 14 എക്സ് എത്ര? 14. സോ എക്സിൻ്റെ സ്ഥാനത്ത് 14 എന്ന് കൊടുത്തു നോക്ക്. 14 പ്ലസ് വൈ ഈക്വൽ ടു 25. വൈ ഈക്വൽ ടു 25 എന്ന് 14 കുറയ്ക്കുക അല്ലേ? വൈ കിട്ടണമെങ്കിൽ ഈ 14 ഇങ്ങോട്ട് പോവാം. അപ്പോൾ 25 മൈനസ് 14 എത്ര? 11 നമ്മുടെ ആൻസർ. സോ നമുക്ക് എക്സും കിട്ടി മക്കളെ, വൈയും കിട്ടി. വൈ എത്രയാണ്? 11 സാറേ. എക്സ് എത്രയാണ്? 25 ആണ്. സോ ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 14. ബ്രെഡ്ത്ത് എത്രയാണ്? 11. സെറ്റ് ആണല്ലോടാ? സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകുന്നു. രാജു ഒരു നോട്ട്ബുക്ക് വാങ്ങി. 200 പേജുള്ള നോട്ട്ബുക്ക് 7 എണ്ണം വാങ്ങി. 200 പേജിൻ്റെത് 7 എണ്ണം വാങ്ങി. ആൻഡ് 5 എണ്ണം വാങ്ങി. എത്രൻ്റെ? 100 പേജിൻ്റെ 5 എണ്ണം വാങ്ങി. ഓക്കെ, 5 എണ്ണം വാങ്ങി 100 പേജിൻ്റെ. അപ്പോൾ 107 രൂപയായി. അതുപോലെ ജോസഫ് പിന്നെ വേറെ കുറേ ബുക്ക് സാധനങ്ങൾ വാങ്ങി. ഇതാണ് ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ട് സോൾവ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 100 പേജിൻ്റെ നോട്ട് ഉണ്ട്, 200 പേജിൻ്റെ നോട്ടും ഉണ്ട് ആണല്ലോ. സോ 100 പേജിൻ്റെ നോട്ടിന് ഒരു വിലയായിരിക്കും, 200 പേജിൻ്റെ നോട്ടിന് വേറെ വിലയായിരിക്കും ആണല്ലോ. സോ പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക്, 100 പേജ് നോട്ടിൻ്റെ വില. പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക്, 100 പേജ് നോട്ടിൻ്റെ വില, 100 പേജിൻ്റെ വില എല്ലാം ഞാൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇത് ഞാൻ മലയാളമാക്കുന്നത്. 100 പേജിൻ്റെ വിലയെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. ഒരു 100 പേജ് നോട്ടിൻ്റെ വിലയെ എക്സ് എന്ന് വിളിക്കുന്നു. 200 പേജ് നോട്ടിൻ്റെ ഒരു 200 പേജിൻ്റെ വില, ഒരു 200 പേജ് നോട്ടിൻ്റെ വിലയെ ഞാൻ എന്തു വിളിക്കുന്നു? വൈ എന്നും വിളിക്കുന്നു. മക്കൾസേ, ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? സമവാക്യം ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും സാർ. 7 200 പേജ് വാങ്ങി, അതുപോലെ എന്ത് വാങ്ങി? 5 100 പേജും വാങ്ങി അല്ലേ? ഓക്കെ, ഞാൻ നേരെ തിരിക്കട്ടെ. 100 പേജിൻ്റെ 200 പേജിൻ്റെനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. ഒന്നുമില്ല, വെറുതെ 200 പേജ് നോട്ട്, ഒരു 200 പേജ് നോട്ടിൻ്റെ വില എക്സ് ഉറുപ്പ്യ, ഒരു 100 പേജ് നോട്ടിൻ്റെ വില വൈ ഉറുപ്പ്യ. ഇതല്ലേ കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ അതിന് ഞാൻ വെറുതെ എക്സ് എന്ന് കൊടുത്ത് 200 പേജ്, ഒരു 200 പേജ് നോട്ടിൻ്റെ വില എക്സ്, ഒരു 100 പേജ് നോട്ടിൻ്റെ വില വൈ. ഇനി ഇവരെന്തൊക്കെ വാങ്ങിയത് എന്ന് നമുക്ക് നോക്കാം. രാജു എന്താ വാങ്ങിയത്? 200 പേജിൻ്റെ 7 എണ്ണം, 100 പേജിൻ്റെ 5 എണ്ണം അല്ലേ? നോക്കി, 200 പേജിൻ്റെ 7 എണ്ണം വാങ്ങിയോന്. അപ്പോൾ എത്ര റുപ്യ ഉണ്ടാവും? 200 പേജിൻ്റെ ഒറ്റ ഒന്ന് വാങ്ങാൻ എത്ര റുപ്യാവും സാർ? 200 പേജിൻ്റെ ഒരു നോട്ടിന് എത്ര റുപ്യാവും? എക്സ് റുപ്യാവും. രാജു വെച്ചാൽ 7 എണ്ണം വാങ്ങി. സോ 7x രൂപ. 7x രൂപ. ഓക്കെ, സോ 200 പേജിൻ്റെ 7 നോട്ട് ബുക്ക് വാങ്ങിയാൽ 7x റുപ്യാവും. പ്ലസ് പിന്നെന്താ വാങ്ങിയത്? 100 പേജിൻ്റെ 5 എണ്ണം വാങ്ങി. 100 പേജിൻ്റെ 1 തന്നെ വാങ്ങിയ വൈ റുപ്യാവും. അതിൻ്റെ 5 എണ്ണം വാങ്ങിയ 5 വൈ. സോ 200 പേജിൻ്റെ 7 എണ്ണം വാങ്ങിയപ്പോൾ ഇത്ര റുപ്യ, 100 പേജിൻ്റെ 5 എണ്ണം വാങ്ങിയപ്പോൾ ഇത്ര റുപ്യ. ഇത് രണ്ടും കൂടി കൂട്ടി ടോട്ടൽ അവനായത് എത്ര രൂപ? 107 രൂപ എന്നാണ് പറഞ്ഞത്. സോ ഒന്നാമത്തെ ഇക്വേഷനായി. മലയാളികൾക്ക് ഇത് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഓക്കെ, പിന്നെന്താ സംഭവിച്ചത്? ജോസഫ് വാങ്ങിയത് എന്താണ്? 5 എണ്ണം വാങ്ങി. ജോസഫ് എന്താ വാങ്ങിയത്? 5 എണ്ണം വാങ്ങി. 5 നമ്പർ ഓഫ് 200. ജോസഫ് വാങ്ങിയത് എന്താടാ? ജോസഫ് 5 എണ്ണം വാങ്ങി. എത്രൻ്റെ? 200 പേജിൻ്റെ. ആൻഡ് 7 എണ്ണം വാങ്ങി. എത്രൻ്റെ? 100 പേജിൻ്റെ. അപ്പോൾ അവന് എത്ര റുപ്യായി? 97 റുപ്യായി. ഇതെങ്ങനെ ഇക്വേഷൻ ആക്കുക? ജോസഫ് എന്താ വാങ്ങിയത്? 5 എണ്ണം 200 പേജിൻ്റെ. 200 പേജിൻ്റെ ഒന്നിന് എത്ര വില? എക്സ്. 200 പേജിൻ്റെ ഒന്നിന് വില എക്സ്. അപ്പം 5 എണ്ണത്തിന് 5x. പ്ലസ് പിന്നെന്താ ജോസഫ് വാങ്ങിയത്? 7 എണ്ണം 100 പേജിൻ്റെ, 7 ഓഫ് 100 പേജസ്. 100 പേജിൻ്റെ ഒന്നിന് എത്ര വില? വൈ. 7 എണ്ണത്തിന് എത്ര വില? 7y. ഇത് രണ്ടും കൂടി ആയപ്പോൾ ഓൻ എത്ര റുപ്യായി എന്നാണ് പറഞ്ഞത്? 97. സോ നമുക്ക് 2 ഇക്വേഷനായി. സോ സാറേ, അടുത്ത സ്റ്റെപ്പ് ഇവരെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് എക്സിന് ഒഴിവാക്കുക, അല്ലെങ്കിൽ വൈയിന് ഒഴിവാക്കുക. സാർ, എക്സിൻ്റെ എണ്ണം സെയിം അല്ല, വൈയിൻ്റെ എണ്ണം സെയിം അല്ല. സാറേ, ഇതിനെ സിമ്പിളായി ഗുണിച്ചാൽ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആവും. ആവില്ല. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15. അതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 14. സോ സാറേ, ഇതിനെ സിമ്പിളായി 2 കൊണ്ടോ 3 കൊണ്ടോ ഒന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താവില്ല? ഇവരെ സെയിം ആക്കാനാവില്ല. പിന്നെ എന്താണ് സാറേ ഈ 7നെയും 5നെയും സെയിം ആക്കാനുള്ള ഒരു ഐഡിയ? ഈ 7നെയും 5നെയും സെയിം ആക്കാനുള്ള ഒരു ഐഡിയ എന്താ? അവരേത് പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത് സാറേ? അവിടേക്കാണ് നമുക്ക് സെയിം ആക്കാൻ പറ്റുക. എങ്ങനെയാണ് സാർ? ഈ 7നെ 1 കൊണ്ട് ഗുണിച്ചാൽ 7, 14 അല്ലേ? 18,
സോറി ഒരു 7 14 3 21 4 28 5 35 6 42 ഇങ്ങനെയാണ് പോകുന്നത്. സാറേ 5ന് ഓരോന്നുകൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? 5 10 15 20 25 30 35 40 ഇങ്ങനെയാണ് പോകുന്നത്. സാർ ഇവരെ ഏത് പോയിന്റിലാണ് ഈ രണ്ടാൾക്കാരെയും നമുക്ക് സെയിം ആക്കാൻ പറ്റുന്നുള്ളൂ? എടാ ഒരുവിധം ക്വസ്റ്റ്യനിൽ ഒന്നും നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരില്ല. ഒന്നെങ്കിൽ എക്സ് ആദ്യമേ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ വൈ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇവിടെ 6x ഇവിടെ 3x ആയിരിക്കും ഉണ്ടാകുക. സിമ്പിളായിട്ട് ഇതിനെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് സെയിം ആക്കാൻ പറ്റും. ചില കേസിൽ നമ്മൾ ഇങ്ങനെ നോക്കും, ഇവിടെ ഉള്ളതിനെ എങ്ങനെയാണ് സെയിം ആക്കുക. സോ ഇവിടെ ഉള്ളതിൻ്റെ ആ ഒരു ഗുണനം നമ്മൾ എഴുതി നോക്കും, അതുപോലെ ഇവിടെ ഉള്ളതിൻ്റെ എഴുതി നോക്കും. ഏതൊരു പോയിന്റിലാണ് അത് സെയിം ആവുന്നത് നോക്കുക. ഇവിടെ ഏത് നമ്പറിലാണ് സെയിം ആവുന്നത്? സാറേ 35 എന്നുള്ള നമ്പറിലാണ് സെയിം ആവുന്നത്. ഇതിനെയാണ് ശരിക്കും നമ്മൾ എന്ത് ടേം ഇട്ട് വിളിക്കുന്നത്? LCM എന്ന് വിളിക്കുന്നത് അല്ലേ? രണ്ടിൻ്റെയും LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ ഈ 7നെയും നമ്മൾ 35ലേക്ക് എത്തിക്കണം, അതുപോലെ ഈ 5നെയും നമ്മൾ 35ലേക്ക് എത്തിക്കണം. 7നെ 35ലേക്ക് എത്തിക്കുക എങ്ങനെയാണ്? 7നെ 5 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ? 1 2 14 3 21 4 28 5 35. 7നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 35ലെത്തുന്നത്. 5നെയോ 1 2 3 4 5 6 7 കൊണ്ട് ഗുണിച്ചാലാണ് 35ലെത്തുന്നത്. ഒന്നുമില്ല, ഈ നമ്പേഴ്സ് നമുക്ക് സെയിം ആക്കണം. സോ ഇവരുടെ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഇവർ രണ്ടാളെയും ഗുണന പട്ടിക നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാന്ന് നോക്കുക. അതിലേക്കാണ് ഈ നമ്പറിനെ നമ്മൾ എത്തിക്കേണ്ടത്. സോ 35ലേക്ക് 7ന് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. 35ലേക്ക് 5ന് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 7 കൊണ്ടും നമ്മൾ ഗുണിക്കണം. സോ റെഡി ആണല്ലോ മക്കളെ? ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ ഈ 7നെ 35ലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. സോ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 5 കൊണ്ട് ഗുണിക്കുന്നു. അതേസമയം തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 5നെ 35ലേക്ക് എത്തിക്കാൻ 7 കൊണ്ടും ഗുണിക്കണം. സോ അതാണ്, നോക്കിക്കോളി. ആദ്യത്തെ ഇക്വേഷൻ 5 കൊണ്ട് ഗുണിക്കുമ്പം 5 35x പ്ലസ് 5y ഇൻറ്റു 5 25y 107 ഇൻറ്റു 5 എത്ര വരിക? 1070ൻ്റെ പകുതി 535 അല്ലേ? തെറ്റിയില്ലല്ലോ, 535 എന്നല്ലേ? 107 ഇൻറ്റു 5 107 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1070, 500 535 കറക്റ്റാണ്. 535 ഇതാണ് നമ്മൾക്ക് മൂന്നാമത്തെ ഇക്വേഷനായി കിട്ടുക. ഇവിടെ എന്തോ തെറ്റി പോലെ ഉണ്ട്, മുന്നോട്ട് പോയി നോക്കാം. ആൻഡ് ഇതിനെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? 5x ഇൻറ്റു 7 35x, 7y ഇൻറ്റു 7 എത്ര? 49y, 97 ഇൻറ്റു 7 എത്ര? 97 ഇൻറ്റു 7 എത്രടാ? 97 ഇൻറ്റു 7 49 ബാക്കി 4 9 3 4 67 679 എത്ര? 679. ഇതാണ് നമ്മളുടെ എന്ത്? നാലാമത്തെ ഇക്വേഷൻ. ഇവിടം വരെ സെറ്റാണോ നോക്കടാ? ഇവിടം വരെ സെറ്റാണോ നിങ്ങൾക്ക്? ഇവിടം വരെ സെറ്റാണോ? എല്ലാവർക്കും സെറ്റാണോ? ഇവിടം വരെ ആണോടാ? ആണോ? ഓക്കെ, ഇതുവരെ എഴുതിയതൊക്കെ സെറ്റാണ്. അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എക്സിൻ്റെ എണ്ണം സെയിം ആയില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സർ സിമ്പിൾ, എക്സിൻ്റെ എണ്ണം സെയിം ആണ്, ഇവരെ തമ്മിൽ അങ്ങ് കുറച്ചാൽ മതി. 3ന് 4 കുറയ്ക്കണോ 4ന് 3 കുറയ്ക്കണോ? വൈ എവിടെ കൂടുതൽ? അതെടുക്കുക, 49y 4ലാണ് കൂടുതൽ അല്ലേ? നാലാമത്തെ ഇക്വേഷനിലാണ് വൈ കൂടുതൽ. സോ 4ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 3 കുറയ്ക്കാൻ പോകുന്നു. 4 - 3 നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നല്ലോണം നോക്കിയോളേ. ഓക്കെ, 35x 35x കുറച്ചാൽ പോയി. 49y 25y കുറച്ചാൽ 24y. 679 535 കുറച്ചാൽ എത്ര? 679 മൈനസ് 535 എത്ര വരിക? 4 4 1 എത്ര വരിക? 144 അല്ലേ? 635 39 79 കറക്റ്റാണ്. എത്ര ആൻസർ വരിക? 144. സാർ 24y 144 ആണ്. അപ്പോൾ y എങ്ങനെ കിട്ടുക? 144 ഹരിക്കണം 24 ആണ്. സോ നമ്മുടെ ആൻസർ എത്ര വരിക? എത്ര വരിക? എനിക്ക് തോന്നുന്നു 6 വരിക എന്നാ. ആണോ? 6 വരിക? 144 ഹരിക്കണം 24 ഏത്? 6 അല്ലേ വരിക? ചെയ്ത് നോക്ക്. 6 120 130 144 കറക്റ്റാണ്. സോ എനിക്ക് y എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇത് ഹരിച്ചു കഴിഞ്ഞാൽ y എനിക്ക് കിട്ടി 6 ആണ് സാറേ. സോ y കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി നമുക്ക് x കിട്ടുക? y കിട്ടിക്കഴിഞ്ഞാൽ x കിട്ടാൻ എന്തോ പാടുണ്ടോ? സർ y കിട്ടിക്കഴിഞ്ഞാൽ x കിട്ടാനോ അല്ലെങ്കിൽ x കിട്ടിക്കഴിഞ്ഞാൽ y കിട്ടാനോ ഒന്നും ഒരു പാടുമില്ല. എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി എടുത്ത് ചെയ്താൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ 7x + 5y = 107 ഇതായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. ആൻഡ് ഇതിൽ എനിക്ക് y ഇപ്പോൾ അറിയാം എത്രയാണ്? 6 ആണ്. y എത്രയാണ്? 6 ആണ്. 6 അല്ലേ?
144, 49, 25 ഒക്കെ കറക്റ്റാ സീനൊന്നുമില്ല. സോ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ ഇക്വേഷനിൽ y 6 ആണെന്ന് പറയാം. ബാക്കിയോട് എഴുതി നോക്കുക. 7x പ്ലസ് 5y എന്ന് പറഞ്ഞാൽ 5 × 6 എത്ര 30 ഈക്വൽ ടു 107. ആൻഡ് ഇതിൽ 7x കിട്ടണമെങ്കിൽ ഈ 30നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 107 മൈനസ് 30 എത്രയായി 77. ആൻഡ് എക്സ് കിട്ടണമെങ്കിൽ ഈ 77 ഇവിടെ കിട്ടെ, ഈ ഏനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഹരിക്കണം 7 എത്ര കിട്ടുക എക്സ് ഈക്വൽ ടു 11. സോ എനിക്ക് കിട്ടി ഒരു 100 പേജിൻ്റെ വില എത്രയാണ് 11. ഒരു 200 പേജിൻ്റെ വില ഒരു 200 പേജിൻ്റെ വില 200 പേജിൻ്റെ വിലയാണ് ഞാൻ എക്സ് എന്ന് വിളിച്ചത്, അത് എത്ര 11. 100 പേജിൻ്റെ വിലയാണ് ഞാൻ വൈ എന്ന് വിളിച്ചത്, അവൻ എത്ര 6. ശരിയാണേക്കും അല്ലേ? ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കുന്നത്. നമ്മളോട് പറഞ്ഞത് ആദ്യം എന്താ സംഭവിച്ചത്, 700 പേജിൻ്റെ 200 പേജിൻ്റെ 7 എണ്ണം വാങ്ങി. അപ്പോൾ എത്ര റുപ്യ ആകുക 7 × 200 പേജിന് എത്രയാണ് വില എന്ന് പറഞ്ഞത് 11. ഓക്കെ പ്ലസ് പിന്നെന്താ വാങ്ങിയത് 500 പേജിൻ്റെ വാങ്ങി. 5 × 100 പേജിൻ്റെ എത്ര 6 റുപ്യാണ്. ഇത് രണ്ടും കൂടി വാങ്ങിയപ്പോൾ എത്ര രൂപ ആയി എന്ന് പറഞ്ഞില്ലേ, അത് എത്ര നമുക്കൊന്ന് ചെയ്ത് നോക്കുക. 7 × 77 പ്ലസ് 6 × 5 30 എത്ര 107. ഇത് രണ്ടും കൂടി വാങ്ങിയാൽ 107 കിട്ടുന്നതാണ് അമ്മ കിട്ടുന്നത്. ഓൾക്ക് എന്താ കിട്ടിയേ 107. കറക്റ്റാണ്. സോ നമ്മുടെ ആൻസർ എന്താ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൊണ്ടുപോയി ചെയ്താൽ 200 പേജ് നോട്ടിൻ്റെ വില എത്രയാണ്? യെസ് 11 ആണ്. 100 പേജിൻ്റെ എത്രയാണ് 7 ആണ്. ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്തൊക്കെ ചെയ്യപ്പം ഞാൻ കോപ്പി ഉണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ പേസ്റ്റ് ഓൾസോ. എന്താടാ ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോഴും പറഞ്ഞുതരാൻ പറ്റുമോ? മിറർ ഫ്ലിപ്പ്, കോപ്പി, കമ്പൈന്, ലൈൻ തിക്നെസ്, ലോക്ക് എന്നെ. അപ്പോൾ മകൾ ലാസ്റ്റ് ചെയ്ത് എന്ത് ഒരു 200 പേജിൻ്റെ വില എത്രയാണ് 11. ഒരു 100 പേജിൻ്റെ വില 6. സെറ്റാണല്ലോടാ? സെറ്റാണ് സാർ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. സ്വാതി ബാങ്ക് പോയ ക്വസ്റ്റ്യൻ. മലയാളികൾക്കും സ്വാതി ബാങ്ക് പോയ ക്വസ്റ്റ്യൻ. സ്വാതി ബാങ്ക് പോയിട്ട് പറയാണ് 5000 രൂപ എനിക്ക് പിൻവലിക്കണം. ഷീ ആസ് ദ കാഷ്യർ. പക്ഷേ കാഷ്യറോട് പറഞ്ഞു തൻ്റെ ലൊട്ടിലൊടുക്ക് ഇടപാട് നടക്കൂല, എനിക്ക് 100 രൂപയുടെയും 200 രൂപയുടെയും നോട്ട് മാത്രം മാത്രമേ തരാൻ പറ്റൂ, 200ൻ്റെയും നോട്ടുകൾ മാത്രമേ തരാൻ പറ്റൂ എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാണ് അവൾക്ക് എത്ര കിട്ടി 35 നോട്ട് ആകെ കിട്ടി. അങ്ങനെയെങ്കിൽ 100 രൂപേൻ്റെ നോട്ട് എത്ര, 200 രൂപേൻ്റെ നോട്ട് എത്ര? സ്വാതി ബാങ്ക് പോയി എനിക്ക് 5000 രൂപ വേണമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് 100ൻ്റെ 200ൻ്റെ നോട്ട് മാത്രമേ തരാവൂന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ടോട്ടൽ 35 നോട്ടാണ് കിട്ടിയത്. അപ്പോൾ അവൾക്ക് കിട്ടിയ 100ൻ്റെ നോട്ട് എത്ര, 200ൻ്റെ നോട്ട് എത്ര? നമ്പർ ഓഫ് 100 റുപ്പീസ് നോട്ട്സ് ആൻഡ് നമ്പർ ഓഫ് 200 റുപ്പീസ് നോട്ട്സ്. ഇതാണ് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെ അറിയേണ്ടത്? നമ്പർ ഓഫ് 100 റുപ്പീസ് നോട്ട്സ് നമുക്കറിയണം, നമ്പർ ഓഫ് 200 റുപ്പീസ് നോട്ട്സ് നമുക്കറിയണം. നമ്പർ ഓഫ് റുപ്പീസ് 100 ഇങ്ങനല്ലേ ഇതാ 100 റുപ്പീസ് നോട്ട്സ് അത് എത്രയാണെന്ന് നമുക്കറിയണം. നമ്പർ ഓഫ് 200 റുപ്പീസ് 200 നോട്ട്സ് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയണം. സോ ഒരാളെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു, മറ്റേ ആളെ ഞാൻ വൈ എന്ന് വിളിക്കുന്നു. സിമ്പിൾ അല്ലടാ? ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ ഓഫ് 200 നോട്ടിൻ്റെ എണ്ണവും കാണണം, നമ്പർ ഓഫ് 100 റുപ്പീസ് നോട്ട്സിൻ്റെ എണ്ണം കാണണം, നമ്പർ ഓഫ് 200 റുപ്പീസ് നോട്ട്സിൻ്റെ എണ്ണവും കാണണം. സോ ഒരാളെ ഞാൻ എക്സ് എന്നും മറ്റേ ആളെ വൈ എന്നും എടുത്തു. ആൻഡ് ഇതിൽ നിന്ന് എങ്ങനെയാണ് സാർ ഇക്വേഷൻ ഉണ്ടാക്കുക? ഓക്കെ, സോ അവൾ പിൻവലിക്കുന്ന പൈസ എത്രയാണ്? 2000 രൂപയാണ് അല്ലേ? ഓക്കെ, 100 200 മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, 100 200 മാത്രമേ കൊടുക്കാൻ പറ്റും. 100ൻ്റെ നോട്ടും 200ൻ്റെ നോട്ടും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അത് എത്ര എണ്ണ കൊടുത്തത് നമുക്കറിയൂല. സോ 100ൻ്റെ കൊടുത്ത് എക്സ് എണ്ണം, 200ൻ്റെ കൊടുത്ത് വൈ എണ്ണം എന്ന് നമ്മളെടുത്തു. നോക്കടാ, ഇപ്പം 100ൻ്റെ നോട്ട് 3 എണ്ണമാണ് കൊടുത്തതെങ്കിൽ ഓളയിൽ എത്ര റുപ്യ ഉണ്ടായി? 3 × 100 300 റുപ്യ കിട്ടിയെന്ന് അർത്ഥം അല്ലേ? 100ൻ്റെ നോട്ട് 5 എണ്ണമാണ് എടുത്തതെങ്കിൽ 5 × 100 500. പക്ഷേ 100ൻ്റെ നോട്ട് എത്ര എണ്ണമാണ് കിട്ടിയത്? എക്സ് എണ്ണാണ്. അപ്പോൾ എക്സ് × 100 എത്ര റുപ്യ കിട്ടി? 100x രൂപയാണ് കിട്ടിയത് അല്ലേ? 100x രൂപ. 100ൻ്റെ നോട്ട് എക്സ് എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര റുപ്യയായി? അത് 100x രൂപയായി. ഓക്കെ ആണല്ലോ? സോ ഓക്കെ, 100ൻ്റെ നോട്ട് എക്സ് എണ്ണാണ് കിട്ടുന്നതെങ്കിൽ അത് എത്ര രൂപയായി? 100x രൂപയായി. പ്ലസ് 200ൻ്റെ നോട്ട് വൈ എണ്ണാണ് കിട്ടുന്നതെങ്കിൽ അത് എത്ര രൂപയായി? 200y ആയി. അപ്പോൾ ടോട്ടൽ ഓക്ക് കിട്ടിയ പൈസ 100ൻ്റെ നോട്ട് എക്സ് എണ്ണം, അപ്പോൾ 100x റുപ്യ.
200ൻ്റെ നോട്ട് y എണ്ണം, അപ്പോൾ 200 y ഉറുപ്പ്യ. ഇത് രണ്ടും കൂടി ടോട്ടൽ അവൾക്ക് എത്ര രൂപ കിട്ടി? എത്ര രൂപ എടുക്കാൻ അവൾ പോയേ? 5000. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ മക്കളെ? 5000 ആണ്. ആദ്യത്തെ ഇക്വേഷനായി. നല്ല രസമുണ്ട് അല്ലേ? യെസ് സാർ. ഇനി നോക്കടാ, രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടുന്ന് അപ്പം ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് 100 നോട്ട് 200 നോട്ട് 5000 ഇതൊക്കെ ഉപയോഗിച്ച് താഴോട്ട് വരുമ്പോൾ ഷീ ഗോട്ട് 35 നോട്ട്സ്. എത്രയാണ്? ഷീ ഗോട്ട് 35 നോട്ട്സ്. 35 നോട്ടുകൾ കിട്ടി എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഉപയോഗിച്ചില്ല. ആകെ എത്ര നോട്ട്? 35 നോട്ട്. ആകെ 100ൻ്റെ നോട്ട് x എണ്ണം, ആകെ 200ൻ്റെ നോട്ട് y എണ്ണം. ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 35 എണ്ണം കിട്ടി. അതിൽ നിന്ന് ഇപ്പോൾ എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക? സിമ്പിളാടാ. ടോട്ടൽ നോട്ട് എന്ന് പറഞ്ഞാൽ 100ൻ്റെ നോട്ടിൻ്റെ എണ്ണവും 200ൻ്റെ നോട്ടിൻ്റെ എണ്ണവും കൂടി കൂട്ടിയാൽ പോരെ? 100ൻ്റെ നോട്ട് x എണ്ണം, 200 നോട്ട് y എണ്ണം. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോഴാണ് 25 നോട്ട് കിട്ടിയത്. 100ൻ്റെ നോട്ട് x എണ്ണം ഉണ്ട്, 200 നോട്ട് y എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 35 നോട്ടായി. അതായത് എക്സ് വൈ കൂടി കൂട്ടിയപ്പോൾ 35 അത്രേ ഉള്ളൂ. അതായത് x + y = 35 ആണ് മുത്തുവോ. x + y = 35. ഇതാണ് നമ്മളുടെ എന്ത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മക്കൾക്കറിയാം, രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാറേ ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കണം. ഒഴിവാക്കണമെങ്കിൽ എക്സിൻ്റെ ഗുണകം അല്ലെങ്കിൽ കോഎഫിഷ്യൻ സെയിം ആവണമോ അല്ലെങ്കിൽ വൈൻ്റെ സെയിം ആവണം? സെയിം അല്ല. ഇവിടെ 100x ആണ്, ഇവിടെ x ആണ്. പക്ഷേ ഇത് സെയിം ആക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ എക്സിനെ 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അതായത് ഇതിനെ മാത്രം 100 കൊണ്ട് ഗുണിക്കാൻ പറ്റൂല. സോ എനിക്ക് രണ്ടാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. സോ ഞാൻ ചെയ്യുന്നു, രണ്ടാമത്തെ ഇക്വേഷനെ ഗുണിക്കുന്നു 100 കൊണ്ട്. വൈ എന്തിനാണ് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനെ 100 കൊണ്ട് ഗുണിക്കുന്നത്? അപ്പോഴാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ എണ്ണം സെയിം ആവുന്നത്. അപ്പോഴേ നമുക്കത് കുറച്ച് ഒഴിവാക്കാൻ പറ്റൂ. സോ രണ്ടാമത്തെ ഇക്വേഷനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ x × 100 100x ആണ്, പ്ലസ് y × 100 100y ആണ്, 35 × 100 3500 ആണ്. സോ എനിക്ക് കിട്ടി മൂന്നാമത്തെ ഇക്വേഷൻ. ഇപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി. എന്ത്? രണ്ടാമത്തെയും മൂന്നാമത്തെയോ? സോറി, ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ. ഇതിനെ അല്ലേ നമ്മൾ മാറ്റി എഴുതുന്നത്? ഇതിനെ മാറ്റി ഇതാക്കി എഴുതി. സോ 1ഉം 3ഉം നമ്മൾ നോക്കുമ്പോൾ, സാർ നേരത്തെ ഒക്കെ 2ഉം 3ഉം ആണല്ലോ നോക്കി, ഇപ്പം എന്താ 1ഉം 3ഉം? അങ്ങനെ ആലോചിക്കേണ്ട കേട്ടോ. നേരത്തെ ഒന്നാമത്തേൽ അതിന് നമ്മൾ മാറ്റം വരുത്തിയത്. ഒന്നാമത്തെ മാറ്റി മൂന്നാമത്തെ ആക്കി. സോ 2ഉം 3ഉം കമ്പയർ ചെയ്ത്. ഇവിടെ രണ്ടാമത്തെ മാറ്റിയാണ് മൂന്നാമത്തെ ആക്കുന്നത്. സോ ഇത് തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇതല്ലേ സെയിം ആയി വന്നത്. സോ നമ്മൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും കമ്പയർ ചെയ്യുന്നു. സർ 100x സെയിം ആണ്. ഇവരെ ആരെ തമ്മിലാണ് കുറയ്ക്കേണ്ടത്? സർ y കൂടുതൽ ഏതിലാ? ഒന്നാമത്തേൽ. സോ 1 - 3 കുറയ്ക്കാം സാറേ. നമുക്ക് 1 - 3 ചെയ്യാം സാറേ. ഇക്വേഷൻ 1 ഇക്വേഷൻ 3 കുറയ്ക്കാം. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 100x - 100x x പോയി. 200y - 100y എത്ര? 100y ഈക്വൽ ടു 5000 - 3500 എത്രയാണ്? 1500. സോ എനിക്ക് കിട്ടിയ എന്ത്? 100y 1500. സോ y എത്രയായിരിക്കും? 1500. ഈ 100 ഇങ്ങോട്ട് പോകണല്ലേ y കിട്ടണമെങ്കിൽ, ബൈ 100. 1500/100 എത്ര? 15 എന്നാണ് എനിക്ക് കിട്ടിയത്. അതായത് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് 200 rupees നോട്ട്സ് ആണ്. അതെനിക്ക് കിട്ടിയ എത്രയാണ്? 15 എണ്ണാണുള്ളത്. എത്രയാണ് കിട്ടിയത്? 15 എണ്ണം എന്നാണ് എനിക്ക് കിട്ടിയത്. സോ അടുത്ത സ്റ്റെപ്പ് എനിക്ക് കൂടുതൽ ഒന്നും ആലോചിക്കാണ്ട് ചെയ്യാലോ. y 15 ആണെങ്കിൽ x എത്രയായിരിക്കടാ? y 15 ആണെങ്കിൽ x എത്രയായിരിക്കും? y ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? നിങ്ങൾ പറ. y 15 ആണെങ്കിൽ x എത്രയായിരിക്കും? വേഗം പറ. ആർക്കത് പറയാൻ പറ്റുക? y 15 ആണെങ്കിൽ x എത്രയായിരിക്കും? സർ സിമ്പിൾ. y എന്ന് പറഞ്ഞാൽ 200 രൂപ നോട്ടിൻ്റെ എണ്ണമാണ് അല്ലേ? ആണല്ലോ, ആണ്. അപ്പോൾ 100 രൂപേൻ്റെ എണ്ണ ആണെങ്കിൽ ഒന്നെങ്കിൽ യെസ് നമുക്കറിയാം രണ്ടും കൂടി കൂട്ടിയാൽ 35 എണ്ണ കിട്ടേണ്ടി. അതിൽ y 15 ആണെങ്കിൽ x എത്രയാവും? സർ സിമ്പിൾ അല്ലേ? എത്ര? 20 ആവും സാർ. ഓക്കെ, സിമ്പിൾ 20 ആവും സാർ. ഓക്കെ ആണല്ലോ? സെറ്റ് സാർ, സെറ്റ്. ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. സോ മക്കളെ x y എന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാണ്ട് ലാസ്റ്റ് എഴുതുമ്പോൾ എന്ത് എഴുതണം? നമ്പർ ഓഫ് 100 rupees നോട്ട് ഇത്ര, നമ്പർ ഓഫ് 200 rupees നോട്ട്സ് ഇത്ര എന്ന് എഴുതണം. ആൻഡ് അവസാനമായി ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇത് അത്രയും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലി ക്വസ്റ്റ്യൻ ആയിരിക്കും. 4 years ago, 4 വർഷം മുന്നേ റഹീമിൻ്റെ ഏജും രാമുവിൻ്റെ ഏജും തമ്മിൽ എന്താ ബന്ധം? 3 times ആണ്. ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ഡബിൾ ആവും. അങ്ങനെയെങ്കിൽ ഓലെ ഏജ് എന്താ? നോക്കടാ, എന്താ ഇവിടെ പറയുന്നത്?
റഹീമും ഉണ്ട് രാമും ഉണ്ട്. അതായത് ഒരു നൗ പ്രസൻറ്റ് ഏജ് ഉണ്ട് അല്ലേ, പ്രസൻറ്റ് ഏജ് ഇപ്പം ഓൽക്കൊരു ഏജ് ഉണ്ടാവും അല്ലേ, ആണല്ലോ, ആണ്. അതുപോലെ ഇവിടെ കമ്പയർ ചെയ്തത് എന്താണ്, 4 വർഷം മുന്നേത്തതാണ്. എവിടെയാണ്, 4 years ago, 4 years ago, 4 വർഷം മുന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്തും പറയുന്നുണ്ട്, ഇപ്പോൾ ഏജ് ഇതാണെന്ന് വിചാരിക്കും, 4 വർഷം മുന്നുള്ള ഏജും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 2 വർഷത്തിന് ശേഷം ആഫ്റ്റർ 2 yearsഉം പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. 4 വർഷം മുന്നത്തെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പറയുന്നുണ്ട്, ആഫ്റ്റർ 2 years പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുക നോക്കി. 4 വർഷം മുന്നത്തെ ഏജ് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്, 2 വർഷം ശേഷമുള്ള ഏജ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണി ഇപ്പോഴത്തെ ഏജ്. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോഴത്തെ ഏജാണ് നമുക്ക് രണ്ടാളതും കാണേണ്ടത്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഒരാളെ ഏജിനെ എക്സ് എന്നും മറ്റേ ആളെ ഏജിനെ വൈ എന്നും എടുക്കുന്നു. എപ്പോൾ? പ്രസൻറ്റ് ടൈം. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് എന്ന് എഴുതിയിട്ട് ഞാൻ ഒരാളതിനെ എക്സ് എന്നും മറ്റേ ആളതിനെ ഞാൻ എന്തെന്നും വിളിക്കുന്നു, വൈ എന്നും വിളിക്കുന്നു. എന്താണ് എഴുതുന്നത് ഞാൻ? പ്രസൻറ്റ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രസൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരാളെ ഏജിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. ആരേജാ? റഹീം 3 times രാമു. രാമുവിൻ്റെ 3 ഇരട്ടിയാണ് റഹീം. റഹീമിനാണ് കൂടുതലുള്ളത്. സോ റഹീമിനെ ഞാൻ എക്സ് എന്നും രാമുവിനെ ഞാൻ വൈ എന്നും വിളിക്കുന്നു. ഫോർ പ്രസൻറ്റ്. ഇപ്പം രാമുവിന് ഏജ് എത്രയാണെന്നാണ് ഞാൻ എടുക്കുന്നത്? എക്സ് എന്നെടുക്കുന്നു. റഹീമിന് എത്ര എന്ന് ഞാൻ എടുക്കുന്നു? വൈ എന്നെടുക്കുന്നു. ഇത് ഇപ്പോഴത്തെ കാര്യമാണ്. ഓക്കെ. പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞെന്താ? 4 years ago ഉള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ 4 years ago ഉള്ള ഏജിനാ എക്സ് എന്നും വൈ എന്നും എടുത്താൽ പോരാനോ? എടാ വേണ്ട, അത് വേണ്ട. നമ്മളോട് ലാസ്റ്റ് ചോദിച്ചത് എന്താണ്? ഇപ്പം എന്താ ഏജ് എന്നാണ് ചോദിച്ചത്. സോ ഇപ്പം ഉള്ളതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പം 4 വർഷം മുന്നുള്ളത് എന്തായിരിക്കും? എക്സ് മൈനസ് 4. ഇപ്പത്തുനിന്ന് 2 വർഷത്തിന് ശേഷമുള്ളത് എന്തായിരിക്കും? എക്സ് പ്ലസ് 2. സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. ഇതിപ്പോൾ ഉള്ളത്, ഇത് 4 വർഷം മുന്നേ, ഇത് 4 വർഷം ശേഷം. ഇപ്പോൾ ഉള്ളത് എക്സ് ആണെങ്കിൽ 4 വർഷം മുന്നേ എക്സ് മൈനസ് 4, 2 വർഷത്തിന് ശേഷം എക്സ് പ്ലസ് 2. സിമ്പിളായിട്ട് എടുക്കും. അതാണ് ഞാൻ ഇപ്പോൾ ഉള്ളതിനെ എക്സ് എന്നും വൈ എന്നും എടുത്തത്. സോ 4 years ago ഉള്ളതിനെയാണ് ഞാൻ അടുത്തത് എഴുതാൻ പോകുന്നത്. 4 years ago എന്താണ് സംഭവിച്ചത്? 4 years ago ഉള്ള ഏജാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത്. 4 years. കാരണം എന്താ? 4 years ago അവരുടെ ഏജുകൾ തമ്മിലുള്ള കണക്ഷനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞത്. സോ ഞാൻ എഴുതാൻ പോകുന്നു 4 years ago എന്ത് സംഭവിച്ചു? രാമുവിന് ഏജ് എത്ര? റഹീമിന് ഏജ് എത്ര? ആരാ പറയാം? സാറേ സിമ്പിൾ അല്ലേ അതൊക്കെ, ഞങ്ങൾ പറയാം. ഇപ്പോൾ രാമുവിന് എക്സ് ആണെങ്കിൽ 4 വർഷം മുന്നെത്ര? എക്സ് മൈനസ് 4. അതുപോലെ ഇവൻ എത്ര? വൈ മൈനസ് 4. പക്ഷേ സാറേ ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ വരണം. എങ്ങനെ? 4 വർഷം മുന്നേ രാമുവിൻ്റെയും റഹീമിൻ്റെയും ഏജ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. എന്താണ്? റഹീമിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 3 times രാമുവിൻ്റെ ഏജ്. രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ്. 4 years ago രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ ഏജ് എന്നാണ് പറഞ്ഞത് അല്ലേ? രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ ഏജ്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, റഹീംസ് ഏജ് വാസ് 3 times രാമുവിൻ്റെ ഏജ്. ആ ശരിയാ, രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ ഏജ് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ പ്രായം. അപ്പോൾ റഹീമിനല്ലേ പ്രായം കൂടുതൽ? പക്ഷെ ഞാൻ ഇവിടെ രാമുവിനാണ് അല്ലേ എക്സ് എന്നെടുത്ത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് എന്ത്? രാമുവിനാണ് ഏജ് കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. അല്ല, റഹീമിനാണ് കൂടുതൽ. രാമുവിൻ്റെ 3 ഇരട്ടിയില്ലേ? ഓക്കെ. സോ രാമുവിൻ്റെ ഏജിൻ്റെ 3 ഇരട്ടിയാണ് ആരുടെ ഏജ്? റഹീമിൻ്റെ ഏജ്. അതായത് രാമുവിൻ്റെ ഏജിനെ 4 വർഷം മുന്നേ രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിൻ്റെ ഏജ് കിട്ടുക. നോക്കിയോളൂ ഞാൻ എഴുതുന്നത്. രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് ആരെ കിട്ടുക? റഹീമിൻ്റെ ഏജ് കിട്ടുക. രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിൻ്റെ ഏജ് കിട്ടുക. അല്ലെങ്കിൽ എക്സ് മൈനസ് 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് ആരെ കിട്ടുക? വൈ മൈനസ് 4 കിട്ടുക. എക്സ് മൈനസ് 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക? വൈ മൈനസ് 4 കിട്ടുക. അതിപ്പോൾ എങ്ങനെ എഴുതുക? സിമ്പിൾ അല്ലേ സാർ? എക്സ് മൈനസ് 4നെ ഗുണിക്കണം എത്ര കൊണ്ട്? 3 കൊണ്ട്. നോക്കടാ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ കാരണം 4 വർഷം മുന്നുള്ള ഓല ഏജ് ഇതാണ്. 4 വർഷം മുന്നുള്ള ഓല ഏജ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. രാമുവിൻ്റെ 3 കൊണ്ട് ഗുണിച്ചാലേ റഹീമിൻ്റെ കിട്ടും. രാമു ഇൻറ്റു 3 ആണ് റഹീം. രാമു എത്ര? എക്സ് മൈനസ് 4. സോ എക്സ് മൈനസ് 4 ഇൻറ്റു 3 ആണ് വൈ മൈനസ് 4. സോ എക്സ് മൈനസ് 4നെ എനിക്ക് 3 കൊണ്ട് ഗുണിക്കണം.
അപ്പോഴാണ് എന്ത് കിട്ടുക, റഹീമിൻ്റെ ഏജ് ആയ y-4 കിട്ടുക. ഓക്കെ, ഒന്നുമില്ലടാ, 4 വർഷം മുന്നുള്ള പോലെ ഏജാണിത്. 4 വർഷം മുന്നേ രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ ഏജ്. രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാലേ റഹീമിൻ്റെ ഏജ് കിട്ടൂ. അതായത് ഇതാണ് രാമു, ഇതാണ് റഹീം. ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാലേ ഇത് കിട്ടൂ. അതായത് x-4നെ 3 കൊണ്ട് ഗുണിച്ചാലേ y-4 കിട്ടൂ. അതായത് x-4നെ 3 കൊണ്ട് ഗുണിച്ചാൽ y-4 കിട്ടും. അത്രേ നമ്മൾ എഴുതിയുള്ളൂ. ശരിയാണല്ലോ. സോ ഈ ഇക്വേഷൻ ഒന്നും കൂടി വൃത്തിയിലാക്കി. ഈ 3 അകത്തുള്ള രണ്ടാക്കുള്ളല്ലേ. അപ്പോൾ 3x - 3 × 4 എത്ര, 12 ഈക്വൽ ടു y-4 എന്ന് നമുക്ക് കിട്ടി. പക്ഷേ ഇത് നമുക്ക് വേണ്ട ഒരു വൃത്തിയുള്ള ഇക്വേഷൻ ആയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല സാർ. ഇത് നമുക്ക് വേണ്ട ഒരു വൃത്തിയുള്ള ഇക്വേഷൻ ആയിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ ഇതുവരെയുള്ള ഇക്വേഷനിലൊക്കെ എന്തായിരുന്നു, എക്സ് ഒരു സൈഡിൽ, എക്സും വൈയും ഒരു സൈഡിൽ, നമ്പർ വേറൊരു സൈഡിലും ആയിരുന്നു. സോ ഇവനും എന്ത് വേണ്ട, മാറ്റമൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ ഞാനത് സെറ്റാക്കാൻ പോവാണ്. എക്സിനെയും വൈനെയും ഒരു സൈഡിലാക്കുന്നു, നമ്പറിനെ ഞാൻ മറ്റേ സൈഡിലാക്കുന്നു. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ സാർ, റെഡി. സോ ഈ വൈനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ -12നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സെറ്റാണല്ലോ. വൈനെ ഇങ്ങോട്ട് എടുക്കുന്നു, -12നെ അങ്ങോട്ട് എടുക്കുന്നു. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്. സോ 3x ഇവിടെ തന്നെ ഉണ്ട്, ഇവൻ പോവാണ്. വൈ ഇങ്ങോട്ട് വന്നാൽ -y ആയി ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി -4 ഉണ്ട്, ഈ -12 ഇങ്ങോട്ട് വന്നാൽ +12 ആയി. ഓക്കെ സാർ, ഇക്വേഷൻ ആയോ സാറേ? ഇല്ല, ഇക്വേഷൻ ആയിട്ടില്ല. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇതൊന്ന് വൃത്തിയാക്കണം. സോ 3x - y ഈക്വൽ ടു, സാറേ 4ൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ്, 12ൻ്റെ പ്ലസ് ആണ്. വ്യത്യസ്ത ചിഹ്നം, ഡിഫറൻസ് ആയി വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. 12 4 കുറച്ചാൽ എത്രയാണ് സാറേ? 12 4 കുറച്ചാൽ 8 ആണ്. വലുതിൻ്റെ സൈന് പ്ലസ് ആണ്, +8 അല്ലെങ്കിൽ വെറും 8 എന്ന് എഴുതിയാൽ +8 തന്നെ. സോ എനിക്ക് എന്ത് കിട്ടി? അയ്യോ എൻ്റെ വാച്ച്, ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. സെറ്റാണല്ലോ മക്കളെ. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാൻ പറ്റൂലേ? ഇതിപ്പോൾ 4 years ago ഓരോ രണ്ടാൾ ഏജ് നമ്മൾ എഴുതി, ആ കണക്ഷൻ എഴുതി, സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇക്വേഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ 2 years നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 years എന്താണ് സംഭവിക്കുക? സർ, ആഫ്റ്റർ 2 years രണ്ടാളുടെയും ഏജ് നമുക്ക് വേണം അല്ലേ? രാമുവിൻ്റെ ഏജും വേണം, അതുപോലെ തന്നെ റഹീമിൻ്റെ ഏജും നമ്മൾക്ക് വേണം. സർ, രാമുവിന് ഇപ്പോൾ എത്രയാണ്? എക്സ്. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും? x+2. റഹീമിന് ഇപ്പം എത്ര? y. 2 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും? y+2. സോ ആഫ്റ്റർ 2 years ഓലെ ഏജ് ആണെന്ത്? x+2യും y+2യും. ഇനി 2 വർഷത്തിന് ശേഷം എന്താവുന്ന പറഞ്ഞത്? അവർ തമ്മിലുള്ള ഏജിൻ്റെ കണക്ഷൻ നേരത്തെ 3 times ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്താവും? ഡബിൾ, 2 times ആവും. ഓക്കെ, ഇതെന്താണ്? ആദ്യം പറഞ്ഞ് 3 മടങ്ങായിരുന്നു എന്ന്, പിന്നെ പറയാം 2 വർഷം കഴിഞ്ഞാൽ എന്താവും? 2 മടങ്ങാവും. അതായത് ഇവിടെ 3 മടങ്ങാന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ 3 മടങ്ങാണിത്. ഇപ്പം പറയാണ് 3 മടങ്ങല്ല. 2 വർഷം കഴിഞ്ഞാൽ എന്താകുക? 3 മടങ്ങാണോ? × 3 ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നമ്മളോട് പറഞ്ഞത് എന്താ? ഇത് നേരെ ഡബിൾ ആവും. അതായത് രാമുവിൻ്റെ ഡബിളാണ് റഹീം എന്നാണ് പറഞ്ഞത്. 3 മടങ്ങാണോ? അല്ല. സോ രാമുവിനെ 3 കൊണ്ട് ഗുണിച്ചാലാണോ കിട്ടുക? അല്ല, 2 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിനെ കിട്ടുക. അതായത് x+2നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് y+2 കിട്ടുക. അതായത് x+2നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് y+2 കിട്ടുക. സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. 2x + 4 ഈക്വൽ ടു y+2. കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞോ? ഇല്ല. ഇവനൊന്ന് വൃത്തി മെനയാക്കണ്ടേ? ഇവൻ എങ്ങനെ അപ്പം വൃത്തിയിലും മെനയിലും ആക്കുക? ഇവനപ്പം എങ്ങനെയാടാ വൃത്തി മെനയാക്കുക? സാറേ, അതൊക്കെ സിമ്പിളല്ലേ, അതൊക്കെ ഞങ്ങൾക്കറിയാം. ഈ +4നെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. സോ 2x ഇവിടെ ഉണ്ട്, ഈ y ഇങ്ങോട്ട് വന്നാൽ -y ഈക്വൽ ടു 2 ഇവിടെ ഉണ്ട്, ഈ +4 ഇങ്ങോട്ട് പോയാൽ -4. നമ്മുടെ ആൻസർ എന്താ? 2x - y ഈക്വൽ ടു, സാർ 2 - 4 ഇതെങ്ങനെ ചെയ്യാം? എടാ, ഇതും വ്യത്യസ്ത ചിഹ്നമല്ലേ? നോക്ക്, 2ക്ക് സൈൻ ഇല്ല, അതിൻ്റെ അർത്ഥം ഇത് +2 ആണ് എന്നാണ്. അതുപോലെ ഇത് -4, ഇത് പ്ലസും ഇത് മൈനസും, വ്യത്യസ്ത ചിഹ്നം. വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. 4ന് 2 കുറച്ചാൽ 2, വലുതിൻ്റെ ചിഹ്നം മൈനസ്. സോ നമ്മുടെ ആൻസർ എന്താ? 2x - y ഈക്വൽ ടു -2. നമുക്ക് കിട്ടി രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിയത് ഓക്കെ ആണോടാ? 2 ഇക്വേഷൻ കിട്ടിയത് ഓക്കെ ആണോ? നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയില്ലേ 2 ഇക്വേഷൻ? സാർ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. എന്ത്? 2 ഇക്വേഷനും കിട്ടി. സോ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സാർ, ഇവരെ തമ്മിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം, അല്ലെ വൈ കണ്ടുപിടിക്കണം. സോ അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, എഴുത്ത് വളരെ ചെറുതായി പോയില്ല എന്ന് വിചാരിക്കുന്നു.
സോ അത് ഞങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ച് തരാം സാറേ, ഒറ്റ പേജിൽ തന്നെ അങ്ങ് തീർത്തോളാം, അത് മാസമാവും. ഓക്കെ ആണല്ലോ, എല്ലാവരും റെഡിയാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം ഈ യുദ്ധം. നീലകണ്ഠ, നീയും റെഡി ആയിക്കോ. ഓക്കെ, യെസ്. ഇതിലൂടെ ഒരു വരയും കിടക്കട്ടെ, അല്ലേ വേണ്ട, ഈ വര വേണ്ട, വേറെ വര ഒക്കെ വൃത്തിയിലും മെനയിലും കിടക്കട്ടെ. ഓക്കെ, സോ എല്ലാവരും റെഡി ആയിക്കോളി. ഓക്കെ സാർ, എല്ലാവരും റെഡിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സാറേ ഇനി സംഭവിക്കുക. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. സോ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എക്സിൻ്റെ എണ്ണം സെയിം അല്ല, പക്ഷെ വൈൻ്റെ എണ്ണം സെയിം ആണ്. വൈൻ്റെ എണ്ണം സെയിം ആണ് അല്ലേ? സോ ഇത് തമ്മിൽ എന്തായിരിക്കും ഞങ്ങൾ ചെയ്യേണ്ടത് സാറേ? ഇവിടെ -y, ഇവിടെയും -y. നോക്കടാ, നിങ്ങളതിൽ ഒരു -5 ഉണ്ട്, നിങ്ങളതിൽ വേറെ ഒരു -5 ഉണ്ട്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ കൂട്ടുമായിരിക്കുമോ വേണ്ടത്? ആണോ? നിങ്ങളതിൽ 5 5 ഉള്ളതെന്ന് വിചാരിക്കും. നിങ്ങളതിൽ 5 5 ഉണ്ട്. ഇവരെ തമ്മിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? മൈനസ് അല്ലേ ചെയ്യുക. അതുപോലെ നിങ്ങളതിൽ -5 -5 ആണ് ഉള്ളതെങ്കിലും അവരെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 5ൻ്റെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടെയും 5, ഇവിടെ 5ൻ്റെ ചിഹ്നം എന്താണ്? ഇവിടെ 5 പ്ലസ് ആണ്, ഇവിടെ 5. ഓക്കെ, അങ്ങനെ ആലോചിക്കേണ്ട. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്ത് സർ, 5ഉം 5ഉം ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ -5ഉം -5ഉം ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവരെ ക്യാൻസൽ ചെയ്യണമെങ്കിലും മൈനസാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ ഈ 2 മൈനസ് വെട്ടിയിട്ട് പ്ലസ് ആയി പോവും. സോ -5 + 5 ഇതെന്തായി പോവും? ക്യാൻസലായി പോവും. സോ മക്കളെ, -5 -5 ആണ് നിങ്ങളുണ്ടെങ്കിൽ പോലെ ക്യാൻസലാക്കാൻ നിങ്ങൾ അവരെ മൈനസാണ് ചെയ്യേണ്ടത്. അപ്പോൾ -y ആണ് നിങ്ങളുണ്ടെങ്കിൽ പോലെ ക്യാൻസലാക്കാൻ നിങ്ങളത് മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ 1ഉം 2ഉം തമ്മിൽ മൈനസ് ചെയ്യണോ? 2ഉം 1ഉം തമ്മിൽ മൈനസ് ചെയ്യണോ? അപ്പോൾ y ആണ് നമ്മൾ ചെയ്യുന്നത്. സോ എക്സ് ഇവിടെ 3x, ഇവിടെ 2x, ഇതാണ് കൂടുതൽ. സോ ഞാൻ 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പോവുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പോവുകയാണ്. 1 - 2 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നല്ലോണം നോക്കിക്കോളി. യെസ് സാർ, 3x നിന്ന് 2x കുറച്ചാൽ x. സാർ, -yയിൽ നിന്ന് -y കുറച്ച് കഴിഞ്ഞാൽ y പോയി. 8ൽ നിന്ന് -2 കുറയ്ക്കണം. ഓക്കെ, നോക്കി, എക്സുകൾ തമ്മിൽ കുറച്ചു, വൈകൾ തമ്മിൽ കുറച്ചു, ഈക്വൽ ടു ഈ 8ൽ നിന്ന് ഇനി -2 കുറയ്ക്കണം. 8ൽ നിന്ന് -2 എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കുക, കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഇക്വേഷൻ എന്താ വരിക? x ഈക്വൽ ടു ഈ 8 മൈനസും പ്ലസ് ആയി പോവും 2. എക്സ് എനിക്ക് എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി സാറേ. എക്സ് എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഇനിയിപ്പോൾ എങ്ങനെ വൈ കിട്ടുക? വളരെ സിമ്പിൾ അല്ലേ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്താൽ, ഏത് ഇക്വേഷൻ അപ്പോൾ എടുത്ത് ചെയ്താൽ? 3x - y = 8 എന്നുള്ള ഇക്വേഷൻ എടുത്ത് ചെയ്താൽ എക്സ് എനിക്ക് കിട്ടി. 3x - y = 8 എന്നുള്ള ഇക്വേഷൻ എടുത്ത് ചെയ്താൽ ഇതിൽ എനിക്കിപ്പോൾ ഒരാളെ അറിയാം. ആരാ? എക്സ് 10 ആണെന്നറിയാം. സോ ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ആ ഒരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ? 3x പറഞ്ഞാൽ 3 × 10 എത്ര? 30 - y = 8. ഇതിൽ നിന്ന് y കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ മക്കളും പറയും ഈ 30നെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന്. അപ്പോൾ -y അല്ലേ കിട്ടുക? 30നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എനിക്ക് -yൻ്റെ വാല്യൂ ആണ് കിട്ടുക. ഒരു കാര്യം ചെയ്യാം, ഈ -yനെ ഞാൻ അപ്പുറത്തേക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, ഈ 8നെ ഞാൻ ഇപ്പുറത്തേക്കും എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ -y ഇതെന്താവും? +y ആവും അല്ലേ? സോ ഈ 30 ഇവിടെ തന്നെ ഉണ്ട്. -y അങ്ങോട്ട് പോവാം. ഈ 8 ഇങ്ങോട്ട് വന്നാൽ -8 ഈക്വൽ ടു ഇവിടെ ആരാണ്ടാകുക? -y ഇങ്ങോട്ട് വന്നാൽ വെറും y. സോ എനിക്ക് 30 - 8 എത്ര? 22 ഈക്വൽ ടു y, അല്ലെങ്കിൽ y ഈക്വൽ ടു എനിക്ക് എന്തെന്നും കിട്ടി? 22 എന്നും കിട്ടി. സോ മക്കൾസെ, നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. എക്സും കിട്ടി, വൈയും കിട്ടി. എക്സ് 10 ആണ്, y എത്രയാണ്? 22 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ മക്കൾ എന്ത് ചെയ്യണം? രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് ആണോ? എക്സ് എന്താ? രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ്. രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്ര? 10 ആണ്. റഹീമിൻ്റെ ഇപ്പോഴത്തെ ഏജ് y എന്ന് എത്രയാണ്? 22. എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ എന്തല്ല, അത്ര സിമ്പിളല്ല. പക്ഷേ ഇതിലുള്ള ഓരോ സ്റ്റെപ്പും മക്കൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇതിലൊരൊറ്റ സാധനം അറിഞ്ഞിക്കെങ്കിൽ ഇത് മൊത്തം എഴുതാം. ഇതിലൊറ്റ സാധനം അറിഞ്ഞിക്കെങ്കിൽ ഇത് മൊത്തം എഴുതാം. ഇത് രണ്ടും അറിഞ്ഞിക്കെങ്കിൽ ഇത് സോൾവും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഈ 2 കാര്യം മാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പം ബോർഡ് നിറച്ചുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞ് തലകുറ്റി വീകണ്ട. 2 കാര്യം അറിഞ്ഞാൽ ഏത് മക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൊത്തം ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ആൻഡ് എനിക്കറിയാം ഈ വീഡിയോ ലേശം ലെങ്ത് കൂടി, പക്ഷേ ഞാനൊരു ഉറപ്പ് വരുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമാന്തര വരകളിൽ നിന്ന്
ഒരു മാർക്ക് പോലും പോകാൻ പോകുന്നില്ല. ഇത് നമ്മൾ തരുന്ന ഉറപ്പാണ്. സോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന, ഈ ചാനലിൽ വരുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ നോട്ട് ചെയ്തു വെച്ചോളി. നിങ്ങൾ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാവി മാറ്റാൻ പോവാണ്. 9ാം ക്ലാസ് തീരുന്നതല്ല ലൈഫ്. 10 +1 +2 എന്ന് പറഞ്ഞിട്ട് അങ്ങേ തല വരെ നമുക്ക് പോകണം. ആൻഡ് പഠനം മാത്രമല്ല, ലൈഫിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പാഠ്യേതര പദ്ധതികൾ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് എജുപോർട്ട്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ഇപ്പം നിങ്ങൾ ഞെക്കുന്നതിലൂടെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ ഹയസ്റ്റ് പോയിന്റിലേക്ക് അങ്ങേ തലക്കലെത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ പോവാണ്. സോ അമാന്തിക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. ആൻഡ് മാത്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മാത്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ടിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു പോയിന്റിലെത്തുമ്പോൾ ആ ഫ്രണ്ട് നിങ്ങളോട് പറയും, നീ അന്ന് എനിക്ക് ആ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി എന്ന് ഉറപ്പായിട്ടും നിങ്ങളോട് പറയും. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു പേഴ്സണായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉടനീളം നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ എജുപോർട്ടിനും സാധിക്കട്ടെ. നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. എക്സാമൊക്കെ എല്ലാവരും പൊളിക്ക്. ദാറ്റ്സ് ഓൾ. ബൈ.